അപ്പോൾ സമയം രാവിലെ 5 മണി. 5 മണിക്ക് തന്നെ ദച്ചിസ് ഇവിടെ കുളിച്ച് തണുത്ത് വിറച്ചിരിപ്പുണ്ട് കേട്ടോ. തണുപ്പ് കാണുമ്പോൾ എനിക്കും പാവം തോന്നിയെങ്കിലും രാവിലെ പോകണമെങ്കിൽ കുളിച്ചാലേ പറ്റൂ അല്ലേ. അപ്പോൾ ദച്ചിസ് ആദ്യമായിട്ട് ട്രെയിനിൽ പോകാനുള്ള ത്രില്ലിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഇടത്തോട്ടല്ല പോകുന്നത്, കൊല്ലത്തൊരു അമ്പലത്തിലോട്ടാണ്. കാട്ടിൽ മേക്കതിൽ എന്നാണ് അമ്പലത്തിൻ്റെ പേര്. എല്ലാവർക്കും തന്നെ അറിയാമെന്നുള്ളൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകാനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞാനും കൂടെ ഫോട്ടോ എടുത്തിട്ടെന്നും പറയുന്നത് എൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് അച്ഛൻ എന്താ കാർ വിളക്കുന്നത് നോക്കിയിട്ട് നിൽക്കുകയാണ്. ആളിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ഏത് വണ്ടിയായാലും കാറായാലും ബൈക്കായാലും ഓട്ടോയാലും എന്തായിരുന്നാലും ഇങ്ങനെ വളയ്ക്കുന്നത് നോക്കി നിൽക്കുക മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് തിരിക്കുന്നത് ഒരു ഒറ്റ ഓട്ടോ ഉണ്ട് എന്നെ ഇടിക്കുമെന്ന് പറഞ്ഞ്. അവസാനം നമ്മളിന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്താൽ പതുക്കെ ഇങ്ങനെ നടക്കുകയാണ്. കുഞ്ഞേയും കൊച്ചും അമ്മാമ്മയും അച്ഛനും അമ്മയും എല്ലാവരും ാണ് ദച്ചിസ് പോകുന്നത് കേട്ടോ. അപ്പോൾ എസ്കലേറ്ററിൽ കയറാൻ ആളിന് ചെറിയൊരു പേടിയാണെങ്കിലും പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഹായ് എനിക്ക് കയറണം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിയുടെ കൊച്ചിൻ്റെ കൂടെ ആയിരുന്നു ഫുൾ നടത്തം. വാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഞാനും ചേട്ടനൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ആളൊട്ടും വരാൻ തയ്യാറല്ലായിരുന്നു. കുഞ്ഞേയും കൊച്ചിനും കിട്ടി അവൾക്ക് പിന്നെ വേറെ ആരെയും വേണ്ട. അമ്മാമ്മയെ അപ്പാപ്പനെ അമ്മയും അച്ഛനെ ആരെയും. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോഴത്തേക്കും ആലോചിക്കും, അയ്യോ ട്രെയിൻ ലേറ്റ് ആവുമോ, നേരത്തെ വരുമോ, പോവോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷനിലാണ് നടന്നു വന്നത്. ഞാനങ്ങനെ ചിന്തിച്ചതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി ട്രെയിൻ വന്ന് കഴിഞ്ഞു. നമ്മൾ പിന്നെ ഓടി കയറി കേട്ടോ. ദച്ചിസിനകത്ത് കയറിയപ്പോൾ നടക്കണോ ഓടണോ ചാടണോ ബഹളം വെക്കണോ അങ്ങനെ ഒരു ടെൻഷനിലായിരുന്നു. അവസാനം ട്രെയിനിലൊക്കെ പോകുന്നത് കണ്ട് നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ അവൾ. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ചെറുതായിട്ടൊന്ന് മയങ്ങി. അത് കഴിഞ്ഞ് അത് ഇങ്ങോട്ട് കുഞ്ഞിയുടെയും കൊച്ചിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെ എല്ലാവരുടെ മടിയിൽ മാറി അങ്ങോട്ട് ട്രാവലിംഗ് ആയിരുന്നു. അവസാനം നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് നടന്നു കേട്ടോ. നടന്ന് കുറേ നേരം ദച്ചിസ് നല്ല സ്മാർട്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഒരു കായലിൻ്റെ അപ്പുറമായിരുന്നു അമ്പലം. അപ്പോൾ അതിന് വേണ്ടി പോകാനുള്ളൊരു വണ്ടിയാണ് കേട്ടോ ജങ്കാർ. അവിടെ ജങ്കാർ അല്ലാതെ വള്ളമുണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും വള്ളത്തിൽ കയറണമെന്ന്. എങ്കിലും എനിക്ക് പേടിയാണ്, ഞാൻ എപ്പോഴും ഇതിലേ കയറാറുള്ളൂ. അതിൽ കയറിയപ്പോഴത്തേക്കും ദച്ചിസ് ഓണെന്ന് കേട്ടോ. ഓണെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നല്ല പൊരി വെയിലാണ്. അങ്ങനെ കൊടിയൊക്കെ പിടിച്ചപ്പോഴത്തേക്ക് അമ്മ പിടിക്കേണ്ട ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞത് ഒറ്റയ്ക്ക് പിടിക്കണ്ട, ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അപ്പോൾ തിരിച്ച് വരുമ്പോൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞത് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ദച്ചിസിനെ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ തൊഴുതു. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് ഇവിടെ മണി കെട്ടി നടക്കുന്നതാണ് കേട്ടോ ഇവിടുത്തെ വിശ്വാസം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് നേരെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയ വരുന്ന വഴിക്ക് ഒരു കട്ടൻ ചായ മാത്രം കുടിച്ചു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മളിതാ നടന്നു പോകുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ദച്ചിസ് കടലിലോട്ട് പോകണമെന്ന് പറഞ്ഞ് തൊട്ട് പിറകിലായിട്ട് കടലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രണ്ടിൽ കായലും തൊട്ട് പിറകിൽ കടലും. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് മുളക് ബജിയും അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ പൈനാപ്പിളും അങ്ങനെ എന്തൊക്കെയോ വാങ്ങി. ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ട് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. കഴിക്കുന്ന സാധനത്തിൻ്റെ പേര് മാത്രമാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് മാത്രമൊന്നുമല്ല കേട്ടോ. എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ചെരുപ്പ്, ഡ്രസ്സുകൾ, പിന്നെ ഫാൻസി, അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും. പിന്നെ ഞാൻ കൂടുതലായിട്ടും മൈൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കഴിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. പൈനാപ്പിൾ, വാട്ടർമെലൻ അങ്ങനെയുള്ള സാധനങ്ങളിലാണ് നമ്മൾ കൂടുതൽ കണ്ടുപോകുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വിറകിലോട്ട് കടലിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു കുതിര അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ദച്ചിസിന് വലിയ കാര്യത്തിൽ അതിൽ കയറണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അടുത്ത് കൊണ്ടുവന്നതും എനിക്ക് പേടിയാണ്, എനിക്ക് കയറണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച്. പിന്നെ എന്നാൽ വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ കടലിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദച്ചിസ് കടൽ എപ്പോഴും അവളുടെ വീക്ക്നെസ്സാണ്. എപ്പോഴും കണ്ടാലും ഭയങ്കര ആക്രാന്തമാണ് കേട്ടോ കടലിലോട്ട് ഇറങ്ങാൻ. അപ്പോൾ ദച്ചിസ് ചെരുപ്പൊക്കെ ഊരി നമ്മളെല്ലാവരും കടലിൽ കളിക്കാൻ വേണ്ടി പോയി. കൊച്ചും കുഞ്ഞും എല്ലാവരും. അമ്മ മാത്രം വരുന്നില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പിന്നെ ഇറങ്ങി. ദച്ചിസ് എപ്പോഴത്തെ പോലെ കടലിൽ കളിക്കണമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് അങ്ങോട്ട് കുറച്ച് കൊണ്ടുപോകാൻ പേടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കടൽക്ഷോഭവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടൊക്കെ കൊണ്ടിറക്കാൻ ഒരുപാട് പേടിയുണ്ടായിരുന്നു. നിറയെ പേര് ഫ്രണ്ടിലോട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, എങ്കിലും എനിക്ക് പേടിയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ തൊട്ട് പിറകിലോട്ടാണ് നിന്ന് കേട്ടോ. ദച്ചിസ് ഒരു വിധത്തിൽ സമ്മതിക്കില്ല, നമുക്ക് അങ്ങോട്ട് പോവാമേ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കുഞ്ഞേയും കൊച്ചുമൊക്കെ കട്ട സപ്പോർട്ടായിരുതാ നമ്മൾ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കണേ എന്നൊക്കെ പറഞ്ഞതാ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറേ കളിയായി, അങ്ങോട്ട് നടത്തമായി, വെള്ളത്തിൽ കളിയായി, അങ്ങനെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ദച്ചിസിനെക്കാട്ടി കടൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ദച്ചിസിൻ്റെ കുഞ്ഞ. എപ്പോഴും വന്നാലും കടലിൽ കളിക്കാം, കടൽ കാണാം, വെറുതെ ഇരിക്കാം, വെള്ളത്തിൽ കളിക്കാം, അതൊക്കെയാണ് അവളുടെ ചിന്ത. എവിടെ പോകണം വാവേന്ന് എപ്പോഴും ചോദിച്ചാലും വെച്ച് കടലിൽ പോയാലോ ചേച്ചി എന്നാണ് അവളുടെ ഫസ്റ്റ് മറുപടി കേട്ടോ. അപ്പോൾ കൊച്ചുതാ ഇതിൻ്റെ ഇടയിൽ കൂടി എന്തൊക്കെ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ട് വന്നു കേട്ടോ. ശംഖും അങ്ങനെ എന്തൊക്കെ ഞണ്ടും അങ്ങനെയൊക്കെ എന്തൊക്കെ കൊണ്ടുവന്ന് ദച്ചിസിന്. പിന്നെ അതൊക്കെ കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അല്ലെങ്കിൽ അവൾക്ക് എന്ത് കണ്ടാലും നിരീക്ഷണമാണ്, ഇതെന്താ അങ്ങനെ 100 ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം പിന്നെ ഇത് കണ്ടപ്പോൾ പിന്നെ വെറുതെ വിട്ടതേ ഇല്ല.
എന്തൊക്കെ കണ്ടാലും വെറുതെ വിടില്ലെങ്കിലും കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആൾക്ക് പേടിയാണ് കേട്ടോ. അവസാനം കുഞ്ഞ് പറഞ്ഞു ഞാൻ വാങ്ങിത്തരാമെന്നും പറഞ്ഞ് കുഞ്ഞത് ധൈര്യത്തോടെ എല്ലാം കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങ് വാങ്ങുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വേണം ഞാനും കൂടെ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് കടലിലോട്ട് എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വാ മക്കളെന്ന് പറഞ്ഞ് വിളിച്ചതും അത് വേണ്ട ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അങ്ങോട്ടൊന്നും വരുന്നില്ലെന്നും പറഞ്ഞ് എങ്ങോട്ടൊക്കെയോ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കടലിൽ നിന്ന് നേരെ കയറി കരയിലായിരുന്നു കളി. കുറേ നേരം ഓടിക്കളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു അപ്പാപ്പൻ അവിടെ ഞണ്ട് വിറ്റ് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് ഞണ്ട് വാങ്ങി. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ നോക്കിയും വീണ്ടും ദച്ചൂസിൻ്റെ അച്ഛനും മോളും കൂടെ വീണ്ടും കുതിരപ്പുറത്ത് കയറാൻ പോയി. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ദച്ചൂസ് കയറി കഴിഞ്ഞു കേട്ടോ. എങ്ങനെയാണ് അവൾ കയറിയെന്ന് അറിഞ്ഞൂടാ. പിന്നെ തിരിച്ചു പറഞ്ഞ വഴിക്ക് ഓരോ മുളക് ബജിയും കൂടെ കഴിച്ചിട്ട് നമ്മളിങ്ങ് തിരിച്ചു വന്നു.